കേദാർനാഥിൽ ശിവഭഗവാൻ അവതരിച്ച കഥ അറിയാമോ? ഒരിക്കൽ ഒരു ശിവഭക്തൻ തന്റെ ഗ്രാമത്തിൽ നിന്ന് കാൽനടയായി കേദാർനാഥ ക്ഷേത്രത്തിലേക്ക് യാത്ര തുടങ്ങി. ആ കാലത്ത് ഇന്നത്തെ പോലെ യാത്രാസൗകര്യങ്ങൾ ഒന്നും ഇല്ലാതിരുന്നതിനാൽ ദിവസങ്ങളും മാസങ്ങളും നീണ്ട കഠിനമായ യാത്രയായിരുന്നു അത്. വഴിയിലുള്ളവരോട് വഴി ചോദിച്ചറിഞ്ഞും മനസ്സിൽ ഭഗവാൻ ശിവനെ ധ്യാനിച്ചും അദ്ദേഹം മുന്നോട്ടു നടന്നു. മാസങ്ങൾ നീണ്ട യാത്രക്കൊടുവിൽ അദ്ദേഹം കേദാർനാഥിൽ എത്തിച്ചേർന്നു. എന്നാൽ നിർഭാഗ്യം എന്ന് പറയട്ടെ, ക്ഷേത്രവാതിലുകൾ അടയ്ക്കുന്ന സമയത്താണ് അദ്ദേഹം അവിടെ എത്തിയത്. 6 മാസത്തേക്ക് ക്ഷേത്രം അടച്ചിടുന്ന സമയമായിരുന്നു അത്. മാസങ്ങളോളം യാത്ര ചെയ്ത് വളരെ ദൂരെ നിന്നാണ് താൻ വരുന്നതെന്നും വാതിലുകൾ തുറന്ന് ഭഗവാനെ ഒരു നോക്ക് കാണുവാൻ അനുവാദം നൽകണമെന്നും അദ്ദേഹം പൂജാരിയോട് അപേക്ഷിച്ചു. എന്നാൽ കേദാർനാഥിലെ നിയമം കഠിനമായിരുന്നു. ഒരിക്കൽ അടച്ചാൽ പിന്നെ തുറക്കില്ല. പൂജാരി അയാളോട് 6 മാസത്തിനു ശേഷം വരുവാൻ പറഞ്ഞു. കാരണം അടുത്ത 6 മാസം കടുത്ത മഞ്ഞും തണുപ്പും ആയിരിക്കും. നിരാശനായ ഭക്തൻ അവിടെ ഇരുന്നു കരഞ്ഞു. ഇരുട്ടു പരന്നു, തണുപ്പ് കൂടി വന്നു. എങ്കിലും ഭഗവാൻ അനുഗ്രഹം ചൊരിയുമെന്ന വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. വിശപ്പും ദാഹവും അലട്ടിയിരുന്ന ആ രാത്രിയിൽ ഒരു സന്യാസി ബാബ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു. ബാബ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയും ഭക്ഷണം നൽകുകയും ചെയ്തു. തന്റെ യാത്ര ദുരിതങ്ങളെല്ലാം ഭക്തൻ സന്യാസിയോട് പറഞ്ഞു. എല്ലാം കേട്ട ശേഷം സന്യാസി ബാബ പറഞ്ഞു, മകനെ, നാളെ രാവിലെ ക്ഷേത്രം തീർച്ചയായും തുറക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നിനക്ക് തീർച്ചയായും ദർശനം ലഭിക്കും. സംസാരത്തിനിടെ ഭക്തൻ ഉറങ്ങിപ്പോയി. സൂര്യന്റെ നേർത്ത വെളിച്ചം കണ്ണിൽ തട്ടിയപ്പോൾ ഭക്തൻ ഉണർന്നു. ചുറ്റുനോക്കിയെങ്കിലും സന്യാസി ബാബയെ കണ്ടില്ല. അപ്പോഴാണ് പൂജാരിയും സംഘവും ക്ഷേത്രത്തിലേക്ക് വരുന്നത് അദ്ദേഹം കണ്ടത്. ഇന്നലെ നിങ്ങൾ ക്ഷേത്രം 6 മാസത്തിന് ശേഷമേ തുറക്കൂ എന്ന് പറഞ്ഞിട്ട് ഇന്ന് രാവിലെ തന്നെ വന്നല്ലോ. നിങ്ങൾ അതേ ആളല്ലേ 6 മാസത്തിനു ശേഷം തിരികെ എത്തിയോ? ഇല്ല, ഞാൻ എവിടെയും പോയില്ല. ഇന്നലെ രാത്രി ഞാൻ ഇവിടെ തന്നെയാണ് ഉറങ്ങിയത്. പക്ഷേ ഞാൻ 6 മാസത്തിനു മുമ്പാണ് ക്ഷേത്രം അടച്ചുപോയത്. ഇന്ന് 6 മാസത്തിനു ശേഷമാണ് ഞാൻ വന്നത്. നിങ്ങൾ എങ്ങനെ 6 മാസമായി ഇവിടെ ജീവിച്ചു ഈ കൊടും തണുപ്പിൽ? പൂജാരിയും സംഘവും അമ്പരന്നു. അപ്പോഴാണ് ഭക്തൻ സന്യാസി ബാബയെ കണ്ട കാര്യം പറയുന്നത്. ഉയരം കൂടിയ വലിയ ജടകളും ഒരു കൈയിൽ തൃശൂലം മറുകൈയിൽ ഡമരും അദ്ദേഹത്തിന്റെ രൂപവും വിവരിച്ചു. ഇത് കേട്ടതും പൂജാരി ആ ഭക്തന്റെ കാൽക്കൽ വീണു. ഞങ്ങൾ ജീവിതം മുഴുവൻ ഭഗവാനെ സേവിച്ചിട്ടും ദർശനം ലഭിച്ചില്ല. നിങ്ങൾ സാക്ഷാൽ ഭഗവാൻ ശിവനെ തന്നെയാണ് ദർശിച്ചത്. അവിടുന്ന് തന്റെ യോഗമായാൽ നിങ്ങളുടെ 6 മാസത്തെ ഒരു രാത്രിയാക്കി മാറ്റി. കാലഘട്ടത്തെ ചെറുതാക്കി. നിങ്ങളുടെ പരിശുദ്ധമായ മനസ്സും അചഞ്ചലമായ വിശ്വാസവുമാണ് ഇതിനെല്ലാം കാരണം. കേദാർനാഥിൽ ഭഗവാനെ ജാഗ്രത മഹാദേവൻ എന്ന് വിളിക്കുന്നത് ഭക്തന്റെ അടിയുറച്ച വിശ്വാസത്തിനു മുന്നിൽ കാലവും പ്രകൃതിയും പോലും വഴിമാറുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ സംഭവം.